ഏവർക്കും സ്വാഗതം. NMMS സ്കോളർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്കായി ഗൂഗിൾ ക്രോം തുറന്നതിന് ശേഷം അതിൽ NSP എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്ന റിസൾട്ട് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ സ്റ്റുഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് OTR എന്നും അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നും കാണാം. OTR രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. OTR പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന OTR നമ്പർ ഉപയോഗിച്ച് നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. ലോഗിനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം OTR രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ ലഭിച്ച OTR നമ്പറും അതുപോലെ പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചെ നൽകിയതിനു ശേഷം ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളിതിലേക്ക് ലോഗിൻ ആവുന്നതാണ്. ഇവിടെ വിൻഡോയിൽ നമുക്കിപ്പോൾ കാണാം ആപ്ലിക്കേഷനുകളൊന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല. ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് മുൻപായി മൈ പ്രൊഫൈൽ എന്നത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് ആധാർ സീഡഡ് ആണ് എന്ന് കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. ആധാർ സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ബാങ്കിൽ ബന്ധപ്പെട്ട് ആധാർ സീഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ആധാർ സീഡിങ് പരിശോധിച്ചതിന് ശേഷം മൈ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ഫ്രഷ് എന്നത് കൊടുക്കുക. താഴെ നിർദ്ദേശങ്ങളുണ്ട്, അത് വായിച്ചു നോക്കിയതിന് ശേഷം താഴെ 2 ടിക്കുകൾ നൽകാനുണ്ട്, അത് നൽകി ഐ എഗ്രി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡൊമിസൈൽ സ്റ്റേറ്റ് ആണ്, അത് കേരള എന്ന് നൽകുക. NMMS ഫ്രഷായി ചെയ്യുന്ന സമയത്ത് കുട്ടി 9ാം ക്ലാസ്സിലായതുകൊണ്ട് പ്രീമെട്രിക് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ആപ്ലിക്കേഷൻ ടൈപ്പ് എന്നുള്ളത് സ്കോളർഷിപ്പ് സെലക്ട് ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ആപ്ലിക്കേഷൻ ID ന്യൂ ആപ്ലിക്കേഷനാണ്, അക്കാഡമിക് ഇയറും ഫ്രഷ് ആണെന്നുള്ള ഡീറ്റെയിൽസ് കാണാം. തുടർന്ന് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇടത് ഭാഗത്ത് ഫിൽ ആപ്ലിക്കേഷൻസ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ആദ്യ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ ജനറൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ആധാർ ബേസ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ജനറൽ ഇൻഫർമേഷൻസ് ആണ്. അത് ശരിയാണോ എന്ന് പരിശോധിക്കുക. തുടർന്ന് എൻ്റർ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് കമ്മ്യൂണിറ്റി, റിലീജിയൻ, ആനുവൽ ഫാമിലി ഇൻകം, ഡിസേബിൾഡ് ആണോ, അതുപോലെ രക്ഷിതാവിൻ്റെ പ്രൊഫഷൻ ജോലി എന്താണ്, മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, ഒറ്റ പെൺകുട്ടിയാണോ, മാതാപിതാക്കൾ ആരെങ്കിലും മരണപ്പെട്ടവരാണോ, അതിനുശേഷം പെർമനൻ്റ് അഡ്രസ്സിന് താഴെ താമസിക്കുന്ന ജില്ല, നഗരപ്രദേശങ്ങളാണെങ്കിൽ അർബനും ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ റൂറലും നൽകേണ്ടതുണ്ട്. റൂറലാണ് നൽകേണ്ടതെങ്കിൽ സബ് ജില്ലയും അതുപോലെ തന്നെ താമസിക്കുന്ന പഞ്ചായത്തും വീട്ട് നമ്പർ, പിൻകോഡ് എന്നിവ നൽകി സേവ് ആൻഡ് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നൽകേണ്ടത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അക്കാഡമിക് ഡീറ്റെയിൽസിൽ സ്കൂളിൻ്റെ വിവരങ്ങൾ നൽകുന്നതിനായി ഗെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്കൂൾ അന്വേഷിച്ച് സ്കൂളിലെ യുഡൈസ് കോഡ് എന്താണ് എന്ന് അറിഞ്ഞ് ആ യുഡൈസ് കോഡ് കൃത്യമായി ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകി സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്കൂളിൻ്റെ പേര് ദൃശ്യമാകുന്നു. ആ സ്കൂളിൻ്റെ പേര് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നൽകേണ്ടത് കുട്ടി ഇപ്പോൾ പഠിക്കുന്ന ക്ലാസ്സാണ്, അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്കൂൾ തുടങ്ങിയത്, ഈ അക്കാഡമിക് ഇയർ തുടങ്ങിയ ആ ഒരു ഡേറ്റാണ് ഇവിടെ സെലക്ട് ചെയ്ത് നൽകേണ്ടത്. കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് നൽകുന്നു. അതിന് താഴെ അഡ്മിഷൻ എടുത്ത വർഷം അത് സെലക്ട് ചെയ്ത് നൽകുന്നു. തുടർന്ന് റോൾ നമ്പർ, സെക്ഷൻ എന്നുള്ളത് 1 മോഡ് ഓഫ് സ്റ്റഡി റെഗുലർ സ്റ്റഡിയാണ്, ഹോസ്റ്റലർ എന്നുള്ളത് ഏതാണോ അതനുസരിച്ച് നൽകുക. തുടർന്ന് പ്രീവിയസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കുട്ടി കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയ ബോർഡ്, അത് കേരള എന്ന് സെർച്ച് ചെയ്താൽ കേരളത്തിൻ്റെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ പ്രീവിയസ് പാസിംഗ് ഇയർ 2024 തന്നെയാണ്. പ്രീവിയസ് ക്ലാസ് കോഴ്സ് എന്ന് പറയുന്ന 8ാം ക്ലാസ്സാണ്. അതിൽ ലഭിച്ചിട്ടുള്ള 8ാം ക്ലാസ്സിൽ ലഭിച്ചിട്ടുള്ള പെർസെൻറ്റേജ് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കോമ്പറ്റേറ്റീവ് എക്സാം ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വാളിഫൈഡ് എക്സാമിനേഷൻ എന്നുള്ളത് NMMS ആണ് സെലക്ട് ചെയ്യേണ്ടത്. എക്സാം കണ്ടക്റ്റഡ് എന്നുള്ളത് കേരളയാണ്. അതിനുശേഷം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ റോൾ നമ്പർ എന്നത് ഹാൾ ടിക്കറ്റിൽ ലഭിച്ചിട്ടുള്ള ആ റോൾ നമ്പറാണ്, അത് കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം പരീക്ഷ എഴുതിയ വർഷം 2023 അത് സെലക്ട് ചെയ്ത് നൽകി സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അക്കാഡമിക് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സ്കീം സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇവിടെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നത് സെലക്ട് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇതിൽ നമുക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി എത്തിച്ചേരുന്ന അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്താണ്. ഇവിടെ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല. തുടർന്ന് നമുക്ക് ഫൈനൽ സബ്മിറ്റ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്.
തുടർന്ന് സബ്മിറ്റ് ചെയ്താൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു നിർദ്ദേശം വരികയും തുടർന്ന് ഒരു ആപ്ലിക്കേഷൻ ഐ ഡി നമുക്ക് ലഭ്യമാകും. ഈ ആപ്ലിക്കേഷൻ ഐ ഡി ഒന്ന് എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭ്യമാക്കുന്നതിന് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണുന്നുണ്ട്. ഈ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഈ പ്രിൻ്റ് സ്കൂളിൽ വെരിഫിക്കേഷന് വേണ്ടി സമർപ്പിക്കേണ്ടതാണ്.